ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആൾറൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നത് വീഡിയോ ആണ്. അതായത് വേറൊരു ലാപ്ടോപ്പിൽ നിന്ന് വേറൊരു ലാപ്ടോപ്പിലേക്ക് എടുത്തിട്ട് മാറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോ അതിൻ്റെ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ലെനോവോയുടെ ലാപ്ടോപ്പാണ് കസ്റ്റമർ തന്നിട്ടുള്ളത്. അത് ഓൾറെഡി 2-3 ലൈന് ഫോം ചെയ്തിട്ട് ഇടക്കിടക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ നമ്മളെ അടുത്ത് യൂസർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൂടുതലും യൂസർ ലാപ്ടോപ്പിൻ്റെയും സ്പെയറുകളൊക്കെ ചെയ്യണതാണ്. അപ്പോൾ പുള്ളിക്ക് ഫ്രഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഒറിജിനൽ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ തന്നെ നമ്മളെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, അതേപോലെ മദർ ബോർഡ്, റാം, ഇതൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ അടുത്ത് യൂസർ ഉണ്ടാവും. നമ്മളെ അടുത്ത് ഒറിജിനൽ തന്നെ യൂസർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ഇപ്പോൾ ഞാൻ പുള്ളിനോട് റേറ്റ് പറഞ്ഞിട്ടുള്ളത് 500 റുപ്പീസാണ്. നമ്മൾ മാറ്റി കൊടുക്കുന്നതും സർവീസിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇത് വീഡിയോ ആക്കാമെന്നുള്ളൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഞാനിതുപോലുള്ള വീഡിയോസുകളൊക്കെ നമുക്ക് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ സഹായം തേടാതെ തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോസ് മാത്രമാണ് ഞാൻ ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും അഡ്വാൻസ് ആയിട്ടുള്ള ചാനൽ നമ്മളൊരു ഇലക്ട്രോണിക്സ് മലയാളം എന്നുള്ളൊരു ചാനലുണ്ട്. അതിൽ നമ്മൾ ചിപ്പ് റീബോളിങ്, ബയോസ് പ്രോഗ്രാമിങ്ങുകളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഡെയിലി യൂസിന് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ ഡിവൈസുകളിലൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലം എങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വർക്കിംഗ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ നോക്കിയിട്ടില്ല. അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെയും 1-2 ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പാനൽ നമുക്ക് മാറ്റിയിട്ട് നോക്കിയിട്ട് ഏതാ സൂട്ടബിൾ ആണെച്ചെങ്കിൽ അത് നമുക്ക് പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് ലാപ്ടോപ്പ്. ഇത് രണ്ടും ലെനോവോയുടെ ലാപ്ടോപ്പാണ്. നമുക്ക് ലെനോവോയുടെ ലാപ്ടോപ്പിൻ്റെ പാനലിനെ വേണമെന്നില്ല. 50.6ൻ്റെ ഏത് ലാപ്ടോപ്പിൻ്റെ ആണെങ്കിലും നമുക്ക് ഇത് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഏസറിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ 2-3 ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി മദർ ബോർഡ് പോയ ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പാനൽ എടുത്തിട്ട് നമ്മൾ ഇതിന് ഇടണം. ഇതാണ് കസ്റ്റമർ തന്നിട്ടുള്ളത് ഡിസ്പ്ലേ മാറ്റാൻ. ഇതിന് ഓൾറെഡി 2-3 ലൈന് ഫോം ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ബ്ലറായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കംപ്ലൈൻ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പാനൽ എടുത്ത് ഇതിനിടണ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് സംഭവം സിമ്പിളായിട്ട് ഊരിയെടുക്കാനുള്ള ഒരു രീതിയിലുള്ള ലാപ്ടോപ്പാണ്. സാധാരണ ചില ലാപ്ടോപ്പിന് നിങ്ങൾക്ക് ചിലപ്പോൾ 4 ഇവിടെയും 4 സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ 4 സ്ക്രൂ ഊരണം. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിന് നമുക്ക് സ്ക്രൂ വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇത് ഈ പ്രസ്സിങ് ലോക്കാണ്. അപ്പോൾ നമുക്കിത് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ എടുക്കുക. അപ്പോൾ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ പൊട്ടിന് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ ലാപ്ടോപ്പിന് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ അത് 2 ഊരിയതിന് ശേഷമാണ് ഇത് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിന് സ്ക്രൂ വരുന്നില്ല. അത് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ ഊരിയിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ ക്യാമറ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഊരി പരിചയമുള്ളതുകൊണ്ട് ചെയ്യുകയാണ്. അത് പോന്നു. അപ്പോൾ ഇനിയുള്ള ചെയ്യണ കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാമറ ഒരു ആംഗിളിൽ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഇത് സംഭവം സിമ്പിളാണ്. ഞാനിപ്പോൾ ഇത് ഊരിയ പോലെ തന്നെ എല്ലാ ലാപ്ടോപ്പിൻ്റെയും യൂസ്വലായിട്ട് വരുന്ന എല്ലാ അതും ഒരേപോലെ തന്നെ വരിക. ഇവിടെ ഒരു സ്ക്രൂ വരും, ഇവിടെ ഒരു സ്ക്രൂ വരും. ഈ 2 സ്ക്രൂ ഊരിയതിന് ശേഷം നമുക്ക് ഈ പാനലിൽ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെയും 3 ഈ സൈഡിൽ 1, 2, 3, 4 സ്ക്രൂ ഇവിടെ വരും. അതേപോലെ ഇവിടെയും 1, 2, 3, 4. അപ്പോൾ അതൊക്കെ എങ്ങനെ ഊരണമെന്നൊക്കെ ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ ഇതിനും വരിക. മിക്ക ലാപ്ടോപ്പിനൊക്കെ അങ്ങനെ തന്നെ വരിക. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചക്ഷൻ്റെ ഈ ഭാഗമൊന്നും ഊരേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഈ സ്ക്രൂ, അതേപോലെ തന്നെ ഈ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേനെ നമുക്ക് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഡിസ്പ്ലേക്ക് ഇവിടെ ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. ഈ പട്ടം ഒരു 3 സ്ക്രൂ ഉണ്ട്. അത് ഊരിയേ വേണ്ടുള്ളൂ. വേറെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് സോൾഡറിങ് ആണോ വേറെ എന്തെങ്കിലും ടൂൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഷെല്ലോ ടേപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യം വരുന്നത് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ. പുതിയ മോഡൽ ലാപ്ടോപ്പ് ആണെങ്കിൽ ചിലതിന് ഡിസ്പ്ലേയുടെ ഈ 2 സൈഡിലും ഒരു ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വരും. അത് ഇപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പുകൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതുപോലത്തെ ലാപ്ടോപ്പുകളൊക്കെ വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളുടെ ലൈഫ് യൂസിൽ വരുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഡിവൈസുകളുടെ കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഞാൻ ഈ വീഡിയോയിലല്ല ഈ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോണിക്സ് മലയാളം എന്നുള്ളൊരു ചാനലുണ്ട്. അതിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള മദർ ബോർഡ് ചിപ്പ് ലെവൽ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് റിക്കവറി ചെയ്യുന്നത്, അതുപോലെ തന്നെ റാം,
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിക്കവറി ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പുകൾ അതിൻ്റെയൊക്കെ മദർ ബോർഡ്, റാം, ഹാർഡ് ഡിസ്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രോബ്ലങ്ങളോ കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഉത്തരവാദിത്തം ഉണ്ടാവും, ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ എല്ലാ രീതിയിലുള്ള മദർ ബോർഡുകൾ അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഡിസ്പ്ലേകൾ, ഡെസ്ക്ടോപ്പുകൾ, ഓഡിയോ സിസ്റ്റങ്ങൾ എല്ലാം നമ്മളടുത്ത് യൂസഡ് ഉണ്ടാവും. യൂസഡ് ആണെങ്കിലും ഒറിജിനലായിരിക്കും. ഇപ്പോൾ ഈ പുള്ളിക്ക് ഇത് പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 2800-3000 രൂപയുടെ അടുത്ത് റേറ്റ് വരും. ഇനി ചൈനയുടെ സാധനമാണെങ്കിലും എങ്ങനെയാലും 1700 രൂപ വരും. ഇത് പുള്ളിക്ക് 500 റുപ്പീസിനാണ് നമ്മൾ മാറ്റി കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്താ ഇതിൽ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് LGയുടെ ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. LGയുടെ ഒറിജിനൽ ഡിസ്പ്ലേക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പും നമ്മൾ ഇതേപോലെ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ റേറ്റിന് ഒറിജിനൽ ഡിസ്പ്ലേ യൂസഡ് നമ്മൾ ചെയ്തു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്യാമറ ഞാനൊരു ആംഗിളിൽ വെച്ചിട്ടുണ്ട്. ഫോക്കസ് ചെയ്യാനൊന്നും ആളില്ല, അപ്പോൾ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഒക്കെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. ഒരു മാഗ്നറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വെക്കണമെന്ന് നോക്കണ്ട. നിങ്ങൾ ഒരു മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് വീണ് നോക്കുക. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എനിക്ക് വേറെ നമ്മളടുത്ത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്, അത് കാരണം ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇവിടുന്ന് ഒരു 2, 3, 4 സ്ക്രൂ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഊരിയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിലും അതേപോലെ 4 ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ സ്ക്രൂ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എനിക്ക് വിഷയമല്ല, എനിക്കിതുപോലെ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ അടുത്ത് പഴയ ലാപ്ടോപ്പുകളിൽ നിന്നൊക്കെ ഊരിയ സ്ക്രൂ ഉണ്ട്. നിങ്ങളുടെ നിന്ന് ഊരിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിവിടെ ഉള്ള ഈ സൈഡത്തെ മൊത്തം ടോട്ടൽ 6 സ്ക്രൂ ഞാൻ ഊരിയിട്ടുണ്ട്. അതിന് ശേഷം ഡിസ്പ്ലേ നമുക്ക് ഫ്രീ ആയി. ഡിസ്പ്ലേനെ നമുക്ക് നേരെ ഇങ്ങോട്ട് കിടത്താം. അതിന് ശേഷം ഇവിടെ ഒരു ഷെല്ലോ ടാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ എന്തെങ്കിലും വെച്ചിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്തതിന് ശേഷം ഇതേപോലെ ഈ കണക്ടർ ഊരിയിടുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പതുക്കനെ കുറച്ച് നീക്കി വെക്കുക. ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. ശരിക്കും ഇത് ചെയ്യുമ്പോഴൊക്കെ നല്ല എല്ലാം ശ്രദ്ധിച്ച് നല്ല സ്ഥലം സൗകര്യമൊക്കെ വേണം. നമുക്കിവിടെ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഇതിന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്കൊരു സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ വേറെ മാറ്റി വെക്കുക. ഈ ലാപ്ടോപ്പിന് ഇവിടെ സ്ക്രൂ ഇല്ലാതെ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതും സെയിം ഇതിൻ്റെ അതേപോലെ തന്നെ.
അതുപോലെ ലാപ്ടോപ്പ് നമുക്ക് പിന്നെ കഴിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മാഗ്നറ്റുള്ള സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. കാരണം നമുക്ക് മാഗ്നറ്റ് ഊരുന്ന സമയത്ത് താഴത്ത് വീഴാതെ ഇരിക്കും. അത് നല്ലോണം ശ്രദ്ധിക്കുക. ഒന്നും വലിയ റേറ്റൊന്നും ഇല്ല, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ചീപ്പ് വിലക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റാറാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് 15ഓളം ബിറ്റുകൾ വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, അതേപോലെ സ്റ്റാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് നമുക്ക് ഈ ലാപ്ടോപ്പിന് നമുക്ക് ഈ ഒരു സ്റ്റാറാണ് യൂസ്ഫുള്ളാണത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് 12ഓളം ബിറ്റുകൾ വരും. അതിനുശേഷം ഇത് ചെയ്ത് അതേപോലെ തന്നെ ഇതിന് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. ഞാൻ ഇത് പിന്നെ ഷെല്ലോ ടാപ്പ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് ജസ്റ്റ് എടുത്തതിന് ശേഷം ഇതെല്ലാ ഷെല്ലോ ടാപ്പും നമ്മൾ ഇതേപോലെ ഉണ്ടാവും ചിലതിന്. ഇപ്പോൾ ഇതിന് ഇതേപോലെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ആദ്യം എടുത്തതിന് ശേഷം വേണം കണക്ടർ എടുക്കാൻ. നമുക്കിപ്പോൾ ഇത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഒരു ആവശ്യം വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെല്ലോ ടേപ്പാണ്. ഷെല്ലോ ടേപ്പ് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും തുറക്കും അടക്കും ചെയ്യുമ്പോൾ ആ കണക്ടർ ലൂസ് കോണ്ടാക്റ്റ് ആകാതിരിക്കാനാണ് ഷെല്ലോ ടേപ്പ് വെച്ചിട്ട് ടൈറ്റ് വെക്കുന്നത്. അത് കമ്പനി അത് തന്നെയാണ് ചെയ്യുന്നത്. ഒക്കെ സൂക്ഷിച്ച് ചെയ്യുക. കാരണം നമ്മൾ ബലം പ്രയോഗിക്കരുത്. കാരണം ഒക്കെ ചെറിയ മൈന്യൂട്ട് ട്രാക്കുകളാണ് വരിക. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ഇതും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പാനലാട്ടോ അതിലിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് ഇവിടെ ഷെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. ആദ്യം തന്നെ നമ്മൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇത് ഇൻ കേസ് ഇത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ വർക്കിംഗ് ആണോ നോക്കുക. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്. ഈ ഡിസ്പ്ലേ ഓക്കെയാണ്. നമ്മൾ മറ്റേ ഡിസ്പ്ലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. എൽ ജിയുടെ ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഒറിജിനൽ ഡിസ്പ്ലേക്ക് നമുക്ക് വാങ്ങുമ്പോൾ എന്തായാലും നല്ല റേറ്റ് വരും. കസ്റ്റമർക്ക് നമുക്ക് ഇതാകാൻ നമ്മളെ വർക്ക് പിന്നെ സർവീസ് ചാർജ് അടക്കം നമ്മൾ ഈടാക്കുന്നത് 500 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പാനൽ ലാപ്ടോപ്പിൻ്റെ A to Z എന്ത് സ്പെയർ ആണെങ്കിലും നമ്മളടുത്ത് യൂസഡ് ഉണ്ടാവും. നമ്മൾ തന്നെ യൂസഡ് ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒറിജിനൽ സാധനങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വർക്കിംഗ് ഓക്കെയാണ്. ഇനി നമ്മൾ ഷെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാ വീഡിയോസ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ എന്നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇട്ടാലും നമുക്കൊരു ഉഷാറും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഹെവി സ്പെക്ക് ലാപ്ടോപ്പൊന്നല്ല, i3 3rd ജനറേഷൻ ലാപ്ടോപ്പാണ്. എങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. നമുക്ക് വ്യൂസുകൾ കൂടുതലാണ്, സബ്സ്ക്രൈബ് കൊണ്ട് കമ്മിയാണ്. പിന്നെ സെക്കൻഡ് ചാനൽ ഇലക്ട്രോണിക്സ് മലയാളത്തിൽ നല്ല സബ്സ്ക്രൈബും കാര്യങ്ങളുണ്ട്. ഇത് പുതിയ ചാനലാണ്. ഇതിൽ ഞാൻ കോമൺ ആയിട്ട് വരുന്ന പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സർവീസ് സെൻറ്ററിനെ ഒരു പിന്നെ ടെക്നീഷ്യനെ ആശ്രയിക്കാത്ത രീതിയിലുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുക. മറ്റേ ചാനലിൽ ഞാൻ പിന്നെ ചിപ്പ് ലെവൽ, റീബോളിങ്, ബാക്കിയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ കുറിച്ചിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ പിന്നെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വ്യൂസിന് ചിലപ്പോൾ നമുക്ക് എന്താ എന്നറിയില്ല. അപ്പോൾ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ നമ്മളുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളുടെ കോമൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലുള്ളൂ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ഞാൻ പിന്നെ ഇനി വേറെ ഏതെങ്കിലും HP ലാപ്ടോപ്പ്, അതായത് കോമ്പാക്ക്, ഡെല്ല്, ഇതിൻ്റെയൊക്കെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്നത്, SSD മാറ്റുന്നത്, അതുപോലെ തന്നെ റാം ചേഞ്ച് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ എല്ലാ വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നത് സബ്സ്ക്രൈബ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബർ ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്തായാലും ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.